തിരുവനന്തപുരത്ത് വലിയ ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. അതായത് ശ്രീലേഖ MLA ഓഫീസിലേക്ക് ചെന്ന് കയറിയപ്പോൾ നമ്മളൊക്കെ കരുതി അത് ഈ മേയറാക്കാത്തതിന്റെ ഒരു ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ശ്രീലേഖ. പക്ഷെ ശ്രീലേഖ അറിഞ്ഞു കളിച്ചതാണ്. അതായത് MLA സ്ഥാനത്തിരുന്നു കൊണ്ട് VK പ്രശാന്ത് ചെയ്ത കള്ളങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി വരുമ്പോൾ MLAയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്ത കള്ളത്തരങ്ങൾ മുഴുവൻ, കോടികളുടെ തട്ടിപ്പ്, ഇതൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയില്ല. അതിന് ചെറിയൊരു തിരി കൊടുത്ത് വിട്ടിരിക്കുന്നുണ്ട് ശ്രീലേഖ IPS. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്രയോ കാലം കൊണ്ട് CPM ഭരിക്കുകയാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ MLAയും CPM-നെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിരിമറി നടത്തും. ഇപ്പോൾ ഈ പ്രശ്നം എന്താ? VK പ്രശാന്ത് MLAക്ക് തൻ്റെ ഓഫീസ് പ്രവർത്തിക്കാൻ ശാസ്തമംഗലത്തിലെ കോർപ്പറേഷന്റെ കെട്ടിടം വേണം. 300 സ്ക്വയർ ഫീറ്റ്, 1000 രൂപ പോലും കൊടുക്കുന്നില്ല. 25,000 മുതൽ 50,000 രൂപ വരെ വേണമെങ്കിൽ വാടക കിട്ടാവുന്ന കെട്ടിടമാണ്. എത്രയോ കാലം, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ ഈ പ്രശാന്ത് MLA 7 വർഷക്കാലമല്ലോ എടുത്താൽ തന്നെ 1000 രൂപ വെച്ച് നോക്കി എത്ര രൂപയാണ്? പ്രശാന്ത് എന്ന് പറയുന്ന MLAക്ക് സ്വാഭാവികമായിട്ടും സർക്കാർ നൽകുന്നത് കെട്ടിടത്തിന് മാത്രം 25,000 രൂപ നൽകാം. കൂടാതെ ഫോണ്, ഇന്റർനെറ്റ്, ബാക്കി സൗകര്യങ്ങൾക്കെല്ലാം തന്നെ 68,000 രൂപ വരെ സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കാം. അത്രയും പൈസ എടുക്കുമ്പോൾ കോർപ്പറേഷൻ നൽകുന്നത് 1000 രൂപ. മാത്രമല്ല VK പ്രശാന്ത് അവിടെ MLA ആയിരുന്നിട്ടുണ്ട്. MLA ആയിരിക്കുമ്പോൾ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് പലരും എടുക്കുന്നതാണ്. അന്ന് എടുക്കുന്ന 250 രൂപ 300 രൂപ ഒക്കെ വാടക, തുച്ഛമായ വാടക. എന്നിട്ട് ഇത് അടുത്ത ആളിലേക്ക് കൈമാറും. ഇത് എത്ര രൂപയ്ക്കാണെന്ന് അറിയില്ല. അതായത് 250 രൂപയ്ക്ക് ധന്യ എടുക്കുന്ന ഒരു കടമുറി നാളെ ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 10,000 രൂപയ്ക്ക് നൽകും. ധന്യ 250 രൂപ കോർപ്പറേഷൻ അടച്ചാൽ മതി. ഞാൻ നൽകുന്ന 10,000 രൂപയുടെ ബാക്കി അത്രയും പൈസ ധന്യയുടെ ഇല്ല. ഇത് ധന്യ ഒറ്റയ്ക്ക് സമ്പാദിക്കുന്നതല്ല. ഈ പറയുന്ന CPM കൗൺസിലർമാരോ CPM-ന്റെ ലോക്കൽ നേതാക്കളോ ഒക്കെ ഇടപെട്ട് ഈ പൈസ തട്ടിയെടുക്കാം. ഇവർ ഷെയർ ചെയ്യാം. ഇത് ഒരു കടമുറിയുടെ കാര്യം പറയുന്നത്. ഇങ്ങനെ എത്ര കടമുറികൾ, എത്ര ബിൽഡിങ്ങുകൾ ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ കാലാകാലങ്ങളായി ഇത് സംബന്ധിച്ചുള്ള യാതൊരു അന്വേഷണവും യാതൊരു പ്രവർത്തനവും നടത്താൻ പറ്റിയില്ല. കാരണം കോർപ്പറേഷൻ ഭരണം എപ്പോഴും ഈ LDF-ന്റെ കയ്യിലായിരിക്കും. ഇവിടെ ഇപ്പോൾ LDF-ന്റെ ഭരണം മാറി BJP അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ഈ തട്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ BJP-യിലേക്ക് എത്തി. ഇത് കഴിഞ്ഞ തവണയും അതിന് മുമ്പിലത്തെ തവണയും BJP കൗൺസിലർമാർക്ക് അറിയാം. പക്ഷേ ഇവർ എത്രയൊക്കെ അവകാശവാദം ഉന്നയിച്ചാൽ ഇത് സംബന്ധിച്ച കൃത്യമായ രേഖകൾ കിട്ടില്ല. പക്ഷേ ഇപ്പോഴോ മേയറിൻ്റെയും ഡെപ്യൂട്ടി മേയറുടെയും മുമ്പിൽ കൃത്യമായി ഫയലുകൾ എത്തും. ആ ഫയലുകൾ എത്തുമ്പോൾ ഈ ഓഫീസിൻ്റെ പേരിൽ ഇത്രയും തുക തട്ടിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രീലേഖ വെറുതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടും അപ്പോഴേക്ക് CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ മൂട്ടിൽ തീ പിടിച്ചോളം ഓടി. അവരെന്തിനാ വന്നിട്ട് പറയുന്നത്? ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് അതിനേക്കാൾ വലിയ DGP ആകാനായിട്ട് ശ്രമിക്കുന്നു. BJP-യിലെ DGP-യാണ് ശ്രീലേഖ എന്ന തരത്തിലൊക്കെ വാർത്ത പറഞ്ഞു. അപ്പം വലിയ വാർത്ത, മേയറെക്കാട്ടിയും MLA-ക്കാട്ടിയും താഴെയാണ് കൗൺസിലർ എന്നൊക്കെ പറഞ്ഞു. ശ്രീലേഖ വളരെ സ്നേഹത്തോടുകൂടി മീഡിയയുടെ എല്ലാം മുമ്പ് അങ്ങോട്ട് എത്തിച്ച് ഇതെൻ്റെ സഹോദര തുല്യനാണ്, ഞാൻ മോനെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. VK പ്രശാന്ത് എടുത്ത് ചോദിച്ചപ്പോൾ പ്രശാന്തിൻ്റെ മുഖം മഞ്ഞളിച്ചു പോയി. മാത്രമല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്താണ് പ്രശാന്തെ പറഞ്ഞത്, നിങ്ങൾക്ക് കാലാവധി കഴിയാൻ 3 മാസം കൂടെ ഉണ്ട്, അത് കഴിയുമ്പോൾ ഒരു മുറി എനിക്ക് തരണേന്ന് പറഞ്ഞു. കാരണം ഇതുവരെ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കൗൺസിലർ അവിടെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഫയലുകൾ സൂക്ഷിക്കുന്നത് ബാത്റൂമില്ല. ശ്രീലേഖ പറഞ്ഞു എനിക്കങ്ങനെ ഓഫീസിൽ ബാത്റൂമിൽ ഫയലുകൾ സൂക്ഷിക്കേണ്ട അവസ്ഥ വേണ്ട, 3 മാസം കഴിഞ്ഞ് മതി എന്ന് പറയുന്നു. അപ്പോഴേക്കും CPM-ന്റെ നേതാക്കൾ ശിവൻകുട്ടി വരുന്നു, മുൻ മേയറാ ഈ പ്രശാന്ത് വരുന്നു. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള ആൾക്കാർ, പിന്നീട് വന്ന ആര്യ രാജേന്ദ്രൻ, ഇവരൊക്കെ തന്നെ ഈ കെട്ടിടങ്ങളുടെ പേരിൽ വലിയ വലിയ കൊള്ളകൾ, അഴിമതികളൊക്കെ നടത്തുന്നു. ഇത് ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം VV രാജേഷ് എന്ന് പറയുന്ന പുതിയ മേയർ ഇത് പുറത്തേക്ക് വിട്ടു. എന്നിട്ട് മേയർ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ ഇവിടെ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും. എന്തിനു വേണ്ടിയിട്ട്? തലസ്ഥാനത്തെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി. അപ്പം പറഞ്ഞു കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നൊക്കെ പറയാം. BJP ഇപ്പോൾ 30-35 ദിവസമായി. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി എത്തുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. നമുക്കറിയില്ല. അങ്ങനെ വന്നാൽ തന്നെ അതൊരു വലിയ സംഭവം. ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. കാരണം പ്രശാന്ത് നിലവിൽ വട്ടിയൂർക്കാവിലെ MLA ആണ്. വട്ടിയൂർക്കാവ് CPM-ന്റെ ഉറച്ച കോട്ടയാണ്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 35,000 മുതൽ 50,000 വരെ വോട്ട് കിട്ടാവുന്ന മേഖലയായിട്ട് BJP കിട്ടാവുന്നതിനായിട്ട് ഈ വട്ടിയൂർക്കാവും നിയമവും മാറി. എന്ന് പറഞ്ഞാൽ നിയുക്ത MLA ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA ആയ പ്രശാന്തിന് പകരം അവിടെ നിയുക്ത MLA ആയിട്ട് വേണമെങ്കിൽ ശ്രീലേഖയ്ക്ക് വരാം. നമ്മൾ ആദ്യഘട്ടത്തിൽ ശ്രീലേഖയ്ക്ക് ഇത്രയും വലിയ ജനപിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല. ശ്രീലേഖ IPS വരുന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് BJP-യിലെ പല പോലീസ് ഉദ്യോഗസ്ഥരും വന്നു, അവരൊക്കെ വലിയ രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ അതുപോലെ ആയിരിക്കും ശ്രീലേഖയുടെ വരവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വിജയ സാധ്യത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ശ്രീലേഖയുടെ വിജയം കണ്ട് ഒരുപക്ഷെ BJP-ക്കാർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. അവരെ ഒരു മേയർ ആക്കി ഇരുത്തുന്നതിലും നല്ലത് ഒരു MLA ആക്കി ഇരുത്തുമ്പോൾ അവർ കുറച്ചുകൂടി അവരെ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ സിനി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി.
ഈ കാര്യങ്ങളൊക്കെ നേരത്തെയുള്ള കൗൺസിലർമാർക്ക് അറിയാമായിരിക്കാം. പക്ഷേ ശ്രീലേഖ IPS പറയണേ എനിക്ക് നിങ്ങളുടെ കെട്ടിടം വേണം, ഇത്രയും മാത്രമാണ് അവർ പറഞ്ഞത്. ആ വേണമെന്ന് പറഞ്ഞതിൽ നിന്ന് പുറത്തു വന്ന വലിയ കൊള്ളയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ജനങ്ങൾ അറിയാണ്. കാരണം അവിടെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശ്രീജിത്ത്. ഇപ്പൊ എറണാകുളത്തൊക്കെ പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത്. നമ്മളൊരു ചെറിയ മുറി പോലും 15,000 20,000 രൂപ നമ്മൾ വാടക കൊടുക്കണം. സ്ക്വയർ ഫീറ്റ് കണക്കാണ് വാടക നിശ്ചയിക്കുന്നത്. സാധാരണക്കാരന് അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. കോർപ്പറേഷന്റെ ഏതെങ്കിലും കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാർട്ടിക്കാർക്ക് മാത്രമേ ഒരാൾ എടുക്കും, അത് കഴിഞ്ഞിട്ട് അയാൾക്ക് പരിചയമുള്ള വേറൊരാൾക്ക്, അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബാലികേറ മലയാണ്. അവിടെയാണ് ശ്രീലേഖ IPS എന്ന് പറയുന്നത് എനിക്ക് ഈ കെട്ടിടം വേണം. കെട്ടിടം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രശാന്ത് മൂട്ടി തീ പിടിച്ചതുപോലെ ഓടുകയാണ്. എന്തിനാണ് പ്രശാന്ത് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞാനാണ് വലിയവൻ, എന്റെ താഴെയാണ് ശ്രീലേഖ, എനിക്കാണ് ഇതിന്റെ മൊത്തം, ഇത്രയൊക്കെ പ്രശാന്ത് കാണിക്കുന്നത് തങ്ങൾ ഇതുവരെ കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ള അമിതമായ ഭയം VK പ്രശാന്തിന്റെ മുഖത്തുണ്ട്. MLA മേയർ ആയിരുന്നപ്പോൾ പ്രശാന്തിനെ പിന്നെ മേയർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി പാടിയവരൊക്കെ ഇപ്പോ നീ ഇത്രയും വലിയ കാട്ടുകള്ളനാണോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക്, കള്ളത്തരം പുറത്തു വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സാധാരണക്കാരൻ ഒരു 4 ഷീറ്റ് കെട്ടിവെച്ച് നട റോഡിലിരുന്ന് കച്ചവടം നടത്തിയാൽ അവിടെ സമ്മതിക്കാതെ അവനെ വടി കൊടുത്ത് ഓട്ടിക്കുമ്പോഴാണ് ഒരു MLA, ജനങ്ങളെ ജയിപ്പിച്ചു വിട്ട ഒരു MLA കോർപ്പറേഷന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ ഒത്ത നടുക്കിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ 750 രൂപ വാടകയ്ക്ക് താമസിക്കുന്നതും 2025. ആലോചിക്കുമ്പോൾ സത്യത്തിൽ എത്ര നമ്മളെയൊക്കെ കൊള്ളയടിച്ചാണ് ഇവർ. ഇനി ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ആര്യയ്ക്കും വരുന്നുണ്ട് പണി. ആര്യ ഈ പിൻവാതിൽ നിയമനം, മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കൊണ്ടുപോയ പണം, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയിടത്, അങ്ങനെ ആര്യയ്ക്ക് ഓരോന്നായിട്ട് വരുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നിയമത്തിറക്കി പിടിക്കാമെന്നുള്ളതാണ് CPM-ന്റെ വിചാരം. ആര്യ എവിടെ നിന്നാലും ജയിക്കില്ല എന്നുള്ളത് CPM-ന് ഇപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ VV രാജേഷ് കാണിച്ചാലും ഇത് തന്നെയാണ് അടുത്ത തവണ BJP-യുടെ അവസ്ഥ. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? അവർക്ക് അവരോടൊപ്പം നിന്ന് സഹകരിച്ച് പെരുമാറി ഒരു ജനാധിപത്യ നേതാവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിയമത്തൊരു MR ഗോപൻ കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ ഗോപൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളെ പോലെയാണ്. ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ആ ഗോപൻ മൊത്തം പേര് വിളിക്കണം, ഗോപേണ്ണ എന്നാണ് വിളിക്കണത്. അത് ഗോപേണ്ണന്റെ അടുത്ത് പറയാം. അമ്മച്ചി ഇപ്പൊ റോഡ് ശരിയായില്ല, ഈ റോഡ് ടാറിടുന്ന ആരാണെന്നോ ഇതൊന്നും അവർക്കറിയില്ല. അവർ പറയുന്നത് അത് ഗോപനെ കാണുമ്പോൾ ഞാൻ പറയാം ഇവിടെ ഒന്ന് ടാറിട്ട് തരാൻ. ഇവരുടെ മനസ്സിൽ മുഴുവൻ എന്ന് വെച്ചാൽ അയാൾ ആ നേതാവ് അത്രയും ആളുകൾക്കിടയിൽ വലിയ ജനകീയനാണ് അയാൾ. അപ്പം ചിരിച്ച മുഖത്തോടെ കാണുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്നാൽ നമുക്കത് ശരിയാക്കാം എന്ന് പറഞ്ഞ് 2 തോളി അയാൾ ചെയ്യുമോ ചെയ്യില്ല, അത് പിന്നീടുള്ള കാര്യം. ആളുകൾ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അയാൾ അതാണ് നോക്കുക. ഇപ്പൊ പിണറായി വിജയൻ 1000 നല്ല കാര്യങ്ങൾ ചെയ്താലും ആളുകൾക്ക് മൈൻഡില്ല. കാരണം അയാളൊന്ന് ചിരിക്ക പോലും ഇല്ല മനുഷ്യനെ മുഖത്ത് നോക്കി. ഇതാണ് ആളുകളുടെ പരാതി എന്ന് പറയുന്നത്. നേരെ തിരിച്ച് മോദി ഒന്നും ചെയ്തില്ലെങ്കിലും മോദിക്ക് ആരാധകർ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ജനങ്ങളോടുള്ള ഇടപഴകൽ അങ്ങനെയാണ്. ഇവിടെ ആര്യയ്ക്കും സംഭവിച്ചത് അതാണ്. ആര്യ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞ എന്താണ്, നെവരും മുമ്പ് വളയാൻ നോക്കരുത്, അതാണ് ഈ പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകളുടെ ഒക്കെ വരട്ടെ, ഓരോന്നായിട്ട് വരട്ടെ എന്നുള്ള നിലപാട് VV രാജേഷും അവരും ഒക്കെ എടുക്കുമ്പോൾ വലിയൊരു തട്ടിപ്പ് പുറത്തു വരും. അങ്ങനെ വേണ്ടേ കരുതാൻ? ശരിക്കും ഈ ആര്യ രാജേന്ദ്രൻ സത്യത്തിൽ ചെയ്തായിരിക്കില്ല. ആര്യ രാജേന്ദ്രന്റെ മുമ്പിൽ വെച്ചിട്ട് CPM നേതാക്കൾ അറിയില്ല. VK പ്രശാന്തിന് പക്ഷേ കൃത്യമായിട്ട് അറിയാം. മേയർ ആയിരുന്നു, MLA ആയിരുന്നു. ഇപ്പൊ തന്നെ പറയുന്നത് 300 സ്ക്വയർ ഫീറ്റിന് 1000 രൂപയിൽ താഴെ വാടക എന്ന് പറയുമ്പോൾ ഒരു MLA-യുടെ പ്രവർത്തനം മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇത്രയും കാലമായിട്ടും ഓരോ കടമുറി എടുത്ത് തലമുറകളായി കൈമാറുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ ആദ്യം ആരാണോ എടുത്ത് അവരാണ് ഈ കോർപ്പറേഷനിലേക്ക് പണം അടയ്ക്കുന്നത്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നല്ല, കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്ര സംഭവിക്കും. ചില പാർക്കിങ്ങുകളിൽ വലിയ ബിസിനസ്സുകാർക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വൻതോതിൽ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരിൽ തട്ടിപ്പ് നടത്തി. ഈ തട്ടിപ്പ് നടത്തിയതിന്റെ കഥകൾ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി 6 മാസക്കാലം കഷ്ടിയില്ല. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CPM നേതാക്കൾ ശ്രീലേഖയുടെ തുളയ്ക്കേറാൻ ശ്രമിച്ചത്. പക്ഷെ ശ്രീലേഖ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ തന്ത്രപരമായിട്ട് പരിണിത രാഷ്ട്രീയക്കാരി, അങ്ങനെ രാഷ്ട്രീയക്കാരിയാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ശ്രീലേഖ അന്ന് മേയറുടെ
തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ സമയത്ത് മുഖം വീർപ്പിച്ച് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയും. ഇപ്പോൾ വളരെ ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഒരു പക്ഷേ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ ദേശീയ നേതാക്കൾ ശ്രീലേഖയ്ക്ക് പറഞ്ഞാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞങ്ങൾ മേയറായിട്ടല്ല കാണുന്നത്, അതിനേക്കാൾ വലുതാണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് പറയാം. സ്വാഭാവികമായിട്ടും ഇപ്പൊ വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ചിടത്തോളം കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ഒരു സ്ഥലമായി മാറി. ഇവിടെ പ്രശാന്തിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് അത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേതാക്കളെല്ലാം വിരൽ പിടിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ഇത്തരത്തിലുള്ള അഴിമതിയുടെ കുറെ കണക്കുകൾ എടുത്തിട്ട് അത് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ മോദി വരുന്ന സമയത്ത് പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പം ബസ്സിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട്. ആ കേന്ദ്രം കുറെ പണം നൽകുമ്പോൾ ഈ പണം ഇന്നതിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഇതെല്ലാം കൃത്യമായിട്ട് നടപ്പാക്കിയാൽ ജനങ്ങൾ ചിന്തിക്കില്ല ഇന്നലെ വരെ എന്താണ് ഇത് നടപ്പാക്കുന്നത്, കേന്ദ്രത്തിന് ഫണ്ടുണ്ട്, കോർപ്പറേഷന് ഫണ്ടുണ്ട്, ഇതൊന്നും ചെയ്തില്ല. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും കാലം CPM നടത്തിയ അഴിമതിയുടെ വമ്പൻ കണക്കുകൾ പുറത്തേക്ക് വരും. ഈ അഴിമതിയുടെ കണക്കുകൾ പുറത്തേക്ക് വന്നാൽ മുൻ മേയറായ ശിവൻകുട്ടി, പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരൊക്കെ തന്നെ നിരനിരയായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. എന്നാലും BJP നടത്തിയ ഒരു ഓപ്പറേഷൻ, അതും ശ്രീലേഖ ഇങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ എന്താ പറയാ, BJPയുടെ മേയർ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ശ്രീലേഖ DGP ആകാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് വാസ്തവം എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല വിഷ്വൽ വീഡിയോ എല്ലാം തന്നെ നേരെ തിരിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ ലൈവായിട്ട് ഇത് വിഷ്വൽ കാണിക്കുമ്പോഴാണ് ശ്രീലേഖ ഇത് എന്റെ മകന് തുല്യമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രശാന്തിനോട് പറയുന്നത്, എന്റെ മകന്റെ കല്യാണത്തിന് 2500 പേരെ വിക്ഷണിച്ചു. ആ സമയത്ത് പ്രശാന്ത് മുഴുവൻ സമയം സ്റ്റേജിലായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ ഒരാൾ കയറിയിരിക്കണം ഈ ശ്രീലേഖയുമായിട്ടുള്ള ബന്ധം എന്താ? അപ്പൊ രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം ബന്ധങ്ങൾ പുലർത്തുന്ന ശ്രീലേഖ CPMന്റെ ഒരു വലിയ അജണ്ട പൊളിച്ചടുക്കി. മാത്രവുമല്ല ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJPക്ക് കൊണ്ടുവരാൻ കൂടി സാധിച്ചാൽ എല്ലാം ശുഭം. CPMന്റെ കാര്യത്തിലൊരു വലിയ തീരുമാനം എന്തായാലും ഉണ്ടാകും. തിരുവനന്തപുരം ഇനി നിങ്ങൾ അങ്ങ് മറന്നേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.